നമസ്കാരം ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എൻ്റെ പേര് രേവതി. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഓണം സ്പെഷ്യലായിട്ടുള്ള ഒരു പൈനാപ്പിൾ പച്ചടിയാണ്. സദ്യയ്ക്ക് പറ്റിയ അടിപൊളി പച്ചടിയാണിത്. അപ്പോൾ നമുക്ക് അധികം വേവിപ്പിക്കാണ്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിപ്പം നമ്മുടെ പൈനാപ്പിൾ വേവിക്കാൻ വേണ്ടി ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ ഇപ്പോൾ 2 കപ്പ് പൈനാപ്പിൾ ആണ് ആഡ് ചെയ്യുന്നത്. നമ്മുടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ. 2 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ വേറെ എരിവൊന്നും അത് എക്സ്ട്രാ ചേർക്കുന്നില്ല. അപ്പോൾ ഈ എരിവ് മതി. അപ്പോൾ ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് വേവാൻ വേണ്ടിയുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഈ ഒരു കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം വേവാനുള്ള. ഒരു കപ്പ് പോരാ, കുറച്ചും കൂടെ ഒരു 1.25 കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുക്കർ ഹൈ ഫ്ലെയിമിൽ 3 വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്ത്. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ പച്ചടിക്കുള്ള അരപ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ 1 കപ്പ് തേങ്ങ അടിച്ചിട്ടുണ്ട്. ആഡ് ചെയ്ത് കൊടുക്കാം. ഇതായിട്ട് നമ്മൾ നെക്സ്റ്റ് ആഡ് ചെയ്യുന്നത് 1/4 ടീസ്പൂൺ കടുകാണ്. നമ്മുടെ കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തായിട്ട് അതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത് ഒരു 1/4 ടീസ്പൂൺ ജീരകവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക കേട്ടോ. വെള്ളവും കൂടെ ചേർത്തിട്ടാണ് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് മിക്സിയിലിട്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാൻ കണ്ടോ. പൈനാപ്പിൾ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കി പ്രിപ്പറേഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ പച്ചടി ഉണ്ടാക്കാൻ വേണ്ടി ചെറിയൊരു ചട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് 2 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അത് നല്ല രീതിയിൽ ചൂടായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ കടുകും കൂടി ഇട്ട് പൊട്ടിക്കണം. കടുക് ഇടുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, തീ കുറച്ച് വെച്ചിട്ടേ കടുക് ഇടാവുള്ളൂ. അല്ലെങ്കിൽ കടുക് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ടാവും. ഇങ്ങനെ ഇടുവാണെങ്കിൽ പെട്ടെന്ന് നല്ല രീതിയിൽ പൊട്ടി നല്ല സെറ്റായിട്ട് വരും. അപ്പോൾ നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ കടുക് നല്ലോണം പൊട്ടി വന്നിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില കൊടുക്കാം. നമ്മുടെ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ നേരത്തെ വേവിച്ചിരിക്കുന്ന പൈനാപ്പിളിൻ്റെ ആ വെള്ളത്തോട് കൂടി തന്നെ നമ്മൾ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അതിലാണ് അതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് ഇരിക്കുന്നത്. അത് ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്താൽ ചെറിയ തിള വരുന്നത് നമ്മൾ വെയിറ്റ് ചെയ്യണം. ഈ ടൈമിൽ വേണമെങ്കിൽ നമുക്ക് ഉപ്പൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ ലാസ്റ്റ് ഫൈനലായിട്ട് ആഡ് ചെയ്താലും മതി. അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് നല്ലോണം തിളയ്ക്കാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആ ഒരു മിക്സ് തിളച്ചിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ആ തേങ്ങയുടെ അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഫ്ലെയിം ലോയിലാക്കി ഇടണം. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഉപ്പ് നോക്കിയപ്പോൾ ഇത്തിരി കുറവായിട്ടാണ് തോന്നുന്നത്. ഇത്തിരി ഒന്ന് പറ്റി വന്നിട്ട് നമുക്ക് നമ്മുടെ തൈര് ആഡ് ചെയ്യാം കേട്ടോ. തൈര് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞ് മാത്രമേ നമുക്ക് തൈര് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ആ വെള്ളമൊക്കെ കുറച്ചൊന്ന് പറ്റി ആ പൈനാപ്പിളിൻ്റെ ആ ഫ്ലേവറൊക്കെ അതിനകത്തേക്ക് കറക്റ്റായിട്ട് പിടിക്കണം. അതുവരേക്കും വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നല്ല സ്വീറ്റ് ആയിട്ടുള്ള കറിയായതുകൊണ്ട് നമുക്ക് 1 സ്പൂൺ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ആ പുളിയും എല്ലാം കൂടെ കറക്റ്റായിട്ടൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ്. അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ വരെ ആഡ് ചെയ്യാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ആ വെള്ളമൊക്കെ പറ്റി വരുന്നുണ്ട്. കുറച്ചും കൂടെ ഒന്ന് പറ്റി വന്നിട്ട് നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ പൈനാപ്പിളിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ ശേഷമേ നമ്മുടെ തൈരിനകത്തേക്ക് ആഡ് ചെയ്യത്തുള്ളൂ.
അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ പച്ചടി സെറ്റായിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമ്മൾ 1 കപ്പ് തൈരും കൂടെ ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഇത്തിരി ചെറിയ ലൂസായിട്ടാണ് വന്നിരിക്കുന്നത്, പ്രശ്നമില്ല, കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ തിക്കായിക്കോളും. ഒരുപാട് തിക്കാക്കി എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം കേട്ടോ. അപ്പം പൈനാപ്പിൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഫൈനലായിട്ട് നമ്മൾ കുറച്ച് നട്ട്സും കിസ്മിസും കൂടെ ഫ്രൈ ചെയ്തും കൂടെ ആഡ് ചെയ്യണം. അപ്പോഴത്തേക്ക് കുറച്ചും കൂടി ടേസ്റ്റ് ആവും. അപ്പോൾ നമ്മുടെ ഓണം സദ്യ സ്പെഷ്യൽ പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ക്വിക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് കമൻസിലൂടെ അറിയിക്കണം. ഇപ്പം നമ്മളിപ്പോൾ 2-3 വീഡിയോസും കൂടെ നമ്മൾ വരുന്നുണ്ട് ഓണം സീരീസ്. അപ്പോൾ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ അതിൻ്റെ വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. അപ്പം ഫീഡ്ബാക്സ് കമൻസിലൂടെ അറിയിക്കുക. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് കുട്ടി ബെല്ലൈക്കനുണ്ട്, അതുകൊണ്ട് എനേബിൾ ചെയ്താൽ മാത്രമേ ഫ്യൂച്ചറിൽ വീഡിയോസ് വരികയുള്ളൂ. അപ്പോൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.